ഹലോ, നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. മിത്രം റെസിഡൻഷ്യൽ അസോസിയേഷൻ അതിൻ്റെ ആഭിമുഖ്യത്തിൽ ഉള്ള ടൂർ ഏകദിന വിനോദയാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് മെയ് 29 വെള്ളിയാഴ്ച പിറവത്ത് നിന്ന് വാഹനത്തിൽ നേരെ പോകുന്നത് എറണാകുളത്തേക്ക്. അപ്പോൾ ആദ്യം തന്നെ മെട്രോ റെയിൽ എങ്ങനെയുണ്ട് എന്നൊന്നറിയേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ മെട്രോ റെയിൽ കയറും, ലുലു, അത് കഴിഞ്ഞ് വല്ലാർപാടം പള്ളി, സുഭാഷ് പാർക്ക്, പിന്നെ ഏതാ സാഹചര്യം അതിനനുസരിച്ച് എന്താന്ന് വെച്ചാൽ ചെയ്യുന്നതാണ്. നമ്മൾ സുരക്ഷിതമായി വാഹനം നിയന്ത്രിക്കുന്നത് നമ്മുടെ അഭിലാഷ് ജി, അതാണ് അഭിലാഷ് ജി. ഓക്കെ, അപ്പോൾ അദ്ദേഹം സുരക്ഷിതമായി വാഹനം നിയന്ത്രിക്കുന്നത് കൊണ്ട് നമ്മൾ ഇങ്ങോട്ട് കൂടുതൽ ശ്രദ്ധ ക്ഷണിക്കുന്നില്ല. കാര്യങ്ങൾ ഭംഗിയായി മുന്നോട്ട് നീങ്ങട്ടെ. ഇനി മിത്രം റെസിഡൻസ് അസോസിയേഷനിലെ 4 അന്തേവാസികളുണ്ട്. അതൊന്ന് ഞാൻ തന്നെ, പിന്നെ 2 പേര് ഇതാ അൽഫോണി ചേച്ചി, ബിജി ചേച്ചി, ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൻ്റെ സംഘാടകൻ ജിജോ, മിത്രം റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ്. ആ പുള്ളിക്കാരൻ വന്നു കഴിഞ്ഞാൽ എല്ലാവരും വന്നതിന് തുല്യം താൻ. നമ്മളെ രജനീകാന്ത് പറഞ്ഞതുപോലെ ഞാൻ ഒന്ന് പറഞ്ഞാൽ 100 തവണ പറഞ്ഞ മാതിരി. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ട്, സ്നേഹഭവനിലെ സുഹൃത്തുക്കളാണ്. അതിൽ ഏറ്റവും പ്രായമുള്ള നമ്മുടെ അച്ചായൻ ഇവിടെ മുന്നിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അതുപോലെ എല്ലാവരും ഉണ്ട്. അപ്പോൾ അവരെല്ലാം വളരെ ആകാംക്ഷയോടും ജിജ്ഞാസയോടും സന്തോഷത്തോടും കൂടി ഇരിക്കുകയാണ്. എറണാകുളം എങ്ങനെ ഉണ്ട്, മെട്രോ റെയിൽ എങ്ങനെ ഉണ്ട്, വല്ലാർപാടം പള്ളി എങ്ങനെ ഉണ്ട്, ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നും ഒന്ന് കണ്ട് മനസ്സിലാക്കണമെന്നും ആഗ്രഹിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഞങ്ങളെല്ലാം ഒരുമിച്ച് പോവുകയാണ്. ഇതൊക്കെയാണ് നമ്മുടെ അന്തേവാസി സുഹൃത്തുക്കൾ. ഒരു ചേച്ചിയും നമുക്കിവിടെ ഉണ്ട്. എന്താ ചേച്ചിമാർ, നമുക്ക് എല്ലാറ്റിലും നമുക്ക് വനിതാ പ്രാതിനിധ്യം വേണം. അപ്പോൾ ചേച്ചിയും നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, മുന്നോട്ട് പോകുന്നതനുസരിച്ച് നമ്മൾ ഓരോരോ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതാണ്. അങ്ങനെ പൊതുവെ വിനോദയാത്ര എന്ന് പറയുമ്പോൾ സ്കൂൾ കുട്ടികളുടെ വിനോദയാത്രയാണ് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ അങ്ങനെയല്ല. സീനിയർ സിറ്റിസൺസ്, നമ്മുടെ സീനിയർ സിറ്റിസൺസ് തീർച്ചയായും പ്രാധാന്യമർഹിക്കുന്നവരാണ് സീനിയർ സിറ്റിസൺസ്. അപ്പോൾ നമ്മുടെ പുതിയ ഗവൺമെൻറ് തന്നെ സീനിയർ സിറ്റിസൺസ് പ്രത്യേകം ബഹുമാനവും സ്നേഹാദരവുകളും ആർജിക്കുന്ന ജനവിഭാഗമാണ് എന്നുള്ള സങ്കല്പത്തിൽ അവർക്ക് വേണ്ടി ധാരാളം പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. എന്ന് മാത്രമല്ല, വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ഒരു രാജ്യത്തിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് അവർ ആ നാട്ടിലെ സീനിയർ സിറ്റിസൺസിനോട് എങ്ങനെ പെരുമാറുന്നു, അവരോട് എങ്ങനെ പെരുമാറുന്നു എന്നതിനെ ആശ്രയിച്ചാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സീനിയർ സിറ്റിസൺസായ നമ്മുടെ സ്നേഹഭവൻ അന്തേവാസികൾക്ക് വേണ്ടി ഒരു ടൂർ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. അതിന്ന് ഏകദിന വിനോദയാത്രയാണ്. എറണാകുളത്ത് നമ്മളെ പ്രസിദ്ധമായ എറണാകുളം ജില്ലയിലെ തൊട്ടടുത്തുള്ള സിറ്റി ടൂർ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ആ നിലയ്ക്ക് നമ്മൾ സഞ്ചരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഓക്കെ, ബാക്കി വിശേഷങ്ങൾ പിന്നാലെ പങ്കുവയ്ക്കുന്നതാണ്. വാഴയിൽ സ്ഥലം പിറവം. ഓക്കെ, നീ അൽഫോൺ ചേച്ചിക്ക് കൊടുക്കും. എൻ്റെ പേര് അൽഫോനി, സ്ഥലം വാഴയിൽ പിറവം, മിത്ര റെസിഡൻസ് അസോസിയേഷൻ്റെ മെമ്പർ. എൻ്റെ പേര് സിജോ, മുള്ളൻകുഴിയിൽ വീട്ടുകാര്, മിത്ര അസോസിയേഷന്റെ പ്രസിഡന്റാണ്. ഓക്കെ, കൈപ്പള്ളി വാണിജ്യം. അവിടെ കഞ്ഞിവൈയൊക്കെ ആയിട്ട് അവിടെ കൂടിയതാ. ഓ ശരി ശരി. ഇപ്പൊ അത് തന്നെ. ഓ അത്രേ ഉള്ളൂ. അപ്പുറത്ത് സിജോ ഒന്ന് വാങ്ങിക്കൊടു, എന്നാലേ എനിക്കിത് എടുക്കാൻ പറ്റൂ. ഹലോ സായിമാർകളെ,
ആ മതി മതി. എൻ്റെ പേര് സജീവ് കുമാർ, കുഞ്ഞിച്ചൻ ബഷീറിലെ അന്തേവാസി. ആ ബിജുമോൻ തോമസ്, ഞാൻ അങ്ങോട്ട് പോണേ പോവാം. ഇങ്ങോട്ട് പോയി പറ്റും. എൻ്റെ പേര് മേരി ആ മുട്ടത്തിൽ. ആ ശരി ശരി. എൻ്റെ പേര് ജോസ്, മിഷണറി ഭവനിൽ സേവ ചെയ്യുന്നു. ഓക്കെ. എൻ്റെ പേര് ചാക്കു, മംഗലശ്ശേരി സെന്റ് തോമസ് ദേവാലയം. ഓ ശരി ശരി. ഓക്കെ. അപ്പോൾ സുഹൃത്തുക്കളെ എല്ലാവർക്കും നന്ദി. ൂത്തനാളൊരു ദേവകുമാരിയെ കണ്ടു ഞാൻ വേദനയിൽ അമൃതൂതിയ ദേവകുമാരിയെ കണ്ടു ഞാൻ. താങ്ക് യു സുഹൃത്തുക്കളെ. ആ ആ അടിപൊളി. അപ്പോ ഇനി ഇതില് ആരാണ് പാടുന്നത്? മൈക്കൊന്ന് തരാം. ആരാ പാടുന്നത്? ചേച്ചി പാടുവോ? ഛേ, എന്തെങ്കിലും പഴയ പണ്ട് പഠിച്ച കവിതയോ അല്ലെങ്കിൽ സിജോ വേണമെങ്കിൽ ഒന്ന് തുടങ്ങി തന്നാൽ മതി. അപ്പൊ ബാക്കിയുള്ളവർ വന്നോളൂ. അൽഫോൺ ചേച്ചി പാടണ? ബിജു ചേച്ചി? ആ ഓക്കെ, റെഡി? തിരക്കാം. ആ അവിടെ കൊടുക്കാം. പാട്ട് പാട്ട് ആ പാടും. ബേത്ലഹേമിൽ നിന്ന് കനകദീപം കലി വെച്ച് എഴുന്നൂറ് രാജാവ് ആയിക്കോട്ടെ ചേട്ടൻ, അതാണ് ചേട്ടൻ്റെ പാട്ട്. നാട്ടിലേറ്റു ദീപം എന്ന ക്രൂശിലേറ്റു അപരാധം ചെയ്യാൻ ചെയ്യും. ആ അത്രേ ഉള്ളൂ. തന്നാലും മാതാ ആത്മാവിനെ ആശ്വാസദായകനേ, തന്നാലും നാദാ നിൻ ജീവനേ നിത്യസഹായകനേ. ഗംഭീരം. കൈയടിക്കും സുഹൃത്തുക്കളെ. ഭക്തിസാന്ദ്രമായ പാട്ട് സിജോയുടെയും ബിജി ചേച്ചിയുടെയും നേതൃത്വത്തിൽ, അൽഫോണി ചേച്ചിയുടെയും നേതൃത്വത്തിൽ ആലപിച്ചു. ഓക്കെ, താങ്ക് യു. ചമ്പക്കുളം പള്ളിക്കിന്ന് വള്ളംകളി പെരുന്നാള്, അമ്പലപ്പുഴയിലൊരു ചുറ്റുവിളക്ക്. ഓദിത്തിത്താരാദിത്തിത്തൈ തിത്തൈ തകതൈതൈതോ ദിത്തിത്താരാദിത്തിത്തൈ തിത്തൈ തകതൈതൈതോ. കരുമാടിക്കുട്ടനിന്നു പനി നേർ കാവടിയാട്ടം, അഭിലമ്മയ്ക്കിന്നു തന്നെ കെരുടൻ തൂക്കം. ഓദിത്തിത്താരാദിത്തിത്തൈ തിത്തൈ തകതൈതൈതോ ദിത്തിത്താരാദിത്തിത്തൈ തിത്തൈ തകതൈതൈതോ. നാടൻ പുഞ്ചയിലെ കൊത്തുവെണ്ണെ കുയിലാതെ കൊത്തു വേണം, കൂര വേണം, കൂരാവ വേണം. ഓദിത്തിത്താരാദിത്തിത്തൈ തിത്തൈ തകതൈതൈതോ ദിത്തിത്താരാദിത്തിത്തൈ തിത്തൈ തകതൈതൈതോ. നീയോദിത്തോടാതെ വിടുവത്തൈ. ഇഷ്ടപ്പെട്ടോ സുഹൃത്തുക്കളെ? ആ
എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. അക്കരെയാണ് ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കിയ ഭവനമുണ്ട്. അക്കരെയാണ് ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കിയ ഭവനമുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള പടവിലുണ്ട്. ഓ ഗംഭീരം, ഭക്തി സാന്ദ്രം. ഹലോ പ്രിയ സുഹൃത്തുക്കളെ, മെട്രോ റെയിൽവേ സ്റ്റേഷനാണ്. മെട്രോ റെയിൽവേ സ്റ്റേഷൻ എസ് എൻ ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലം തൃപ്പൂണിത്തുറ. ഇവിടെ നിന്ന് നമ്മൾ മെട്രോ റെയിലിൽ കയറി ലുലു മാൾ സ്റ്റേഷനിൽ ഇറങ്ങാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ മിത്രം റെസിഡൻഷ്യൽ അസോസിയേഷൻ ഭാരവാഹികളാണ് ഈ നിൽക്കുന്നത്. സിജോ ഉണ്ട്, വിജി ചേച്ചിയുണ്ട്, അൽഫോണി ചേച്ചിയുണ്ട്, പിന്നെ നമ്മുടെ സ്നേഹഭവനിലെ അംഗങ്ങൾ സുഹൃത്തുക്കളാണ് ഇവിടെ വന്നിരിക്കുന്നത്. കണ്ടോ, ഒരു ചേട്ടൻ, ഈ ബാക്കിയുള്ളവർ അവിടെ നിൽക്കുന്നു. അപ്പോൾ ട്രെയിൻ വരുമ്പോൾ നമുക്ക് കയറി പോകാൻ സാധിക്കും. അപ്പോൾ ഇത് എസ് എൻ ജംഗ്ഷനാണ്. എസ് എൻ ജംഗ്ഷൻ മെട്രോ റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ നിന്ന് നമ്മൾ കയറുന്നു, ലുലു മാളിൽ പോയിട്ട് ഇറങ്ങുന്നു. എന്നിട്ട് ലുലു മാളിൽ നിന്ന് കാണേണ്ടതൊക്കെ കണ്ട് വന്നു കഴിയുമ്പോഴേക്ക് നമ്മുടെ ട്രെയിൻ അവിടെ എത്തുന്നതാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ സ്നേഹഭവനിലെ അന്തേവാസികൾ സുഹൃത്തുക്കളാണ് ആ നിൽക്കുന്നത്. ഓക്കെ, നമ്മുടെ സുഹൃത്തുക്കളാണ് അവിടെ ഇരിക്കുന്നത്. മെട്രോ ട്രെയിനിലാണ്. മെട്രോ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെളിയിലോട്ട് കാണാം. ഉണ്ട്, ഞാൻ കണ്ട്. ഇവിടെ നമ്മുടെ രണ്ട് സുഹൃത്തുക്കൾ അവിടെ ഇരിക്കുന്നുണ്ട്. കാര്യങ്ങളെല്ലാം എഴുതി കാണിക്കുന്നുണ്ട്. കണ്ടോ, പേട്ട, ഇനി വരാൻ പോകുന്ന സ്റ്റേഷൻ പേട്ട. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ പിറവം പാലച്ചൂടിലെ സ്നേഹഭവൻ അന്തേവാസികളാണ്, സുഹൃത്തുക്കളാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇടപ്പള്ളി സ്റ്റേഷൻ എന്ന് വെച്ചാൽ ലുലു മാൾ സ്റ്റേഷനാണ്. അപ്പോൾ ഇവിടെ വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ ലിഫ്റ്റിൽ ഒരു പകുതി പേര് കയറട്ടെ, പകുതി പേര് അവിടെ നിൽക്കട്ടെ. സുഹൃത്തുക്കളെ, ഇടപ്പള്ളി മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി ലുലു മാളിലേക്ക് പോവുകയാണ്. നമ്മുടെ സുഹൃത്തുക്കൾ അതാ വരുന്നു. ലുലു മാളിലേക്ക് പോകുന്നതിന് വേണ്ടി. ഓക്കെ. അപ്പോൾ സുഹൃത്തുക്കളെ, ലുലു മാളിലാണ് നിൽക്കുന്നത്. നമ്മുടെ സുഹൃത്തുക്കൾ ലുലു മാളിൽ എത്തി നിൽക്കുവാണ്. കണ്ടോ, നല്ല തിരക്കാണ് ഇവിടെ, നല്ല തിരക്കാണ്. കണ്ടോ, ആണ്. സിജോ അവിടെ ഉണ്ട്, ബിജിമോൾ ചേച്ചി ഉണ്ട്, അൽഫോണി ചേച്ചി ഉണ്ട്, പിന്നെ നമ്മുടെ അന്തേവാസിയായ ചേച്ചി ഉണ്ട്. കണ്ടോ, ഇവരൊക്കെ അവിടെ
ആ ഒന്നുമില്ല. നമ്മുടെ ലുലു മാളിൽ ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി നമ്മുടെ സുഹൃത്തുക്കൾ പോസ് ചെയ്തിരിക്കുകയാണ്. അതാണ്ട അൽഫോണി ചേച്ചി, ജോസ് ചേട്ടൻ ഉൾപ്പെടെ എല്ലാവരും ഉണ്ട്. സുഹൃത്തുക്കൾ ആണ്ടോ, എല്ലാവരും ഉണ്ട്. സിജോ ഉണ്ട്, ചേച്ചിയുണ്ട്, ബിജി ചേച്ചിയുണ്ട്. അങ്ങനെ നമ്മൾ ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പുറപ്പെടാൻ പോവുകയാണ്. ഓക്കെ, ബായ്. ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ ലുലു മാള് കണ്ടിട്ട് വെളിയിലിറങ്ങിയിരിക്കുകയാണ്. ആ വരുന്നു. സിജോയുടെ നേതൃത്വത്തിൽ വരുന്നത് നമ്മുടെ സ്നേഹഭവൻ സുഹൃത്തുക്കളാണ്. എല്ലാവരും ഉണ്ട്. ലുലു മാൾ കണ്ടു. അങ്ങനെ എല്ലാവരും ഐശ്വര്യമായിട്ട് മന്ദം മന്ദം ഇറങ്ങി നടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ.